മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു നം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി. ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. ലഹരിയുടെ മാരകമായ വിപത്തിനെ കുറിച്ച് നാം ചിന്തിക്കുകയാണല്ലോ. 997 ലഹരിക്കടത്തുകാരുടെ പട്ടിക മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വയ്ക്കുകയുണ്ടായി. ഇവരിൽ 497 പേർ സ്ഥിരം ലഹരിക്കടത്തുകാരാണ്. ഇതിലെല്ലാ ജില്ലകളിലുമുള്ളവരും ഉൾപ്പെടുന്നതായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. നാം ചിന്തിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഒക്കെ നാം കാണുന്ന പത്ര വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. നേമത്ത് ലഹരി സംഘം പോലീസിനെ ആക്രമിക്കുകയും ജീപ്പിന്റെ ചില്ല് അടിച്ച് തകർക്കുകയും ചെയ്തു. അവരെ പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെയുള്ളവരെയും ലഹരിയിൽ അവരാക്രമിക്കുന്നതാണ് കാണുവാനിടയായത്. കരിമഠം കോളനിയിലെ 19കാരനും പേരൂർക്കട കുടപ്പനക്കുന്നുകാരനായ 18കാരനുമാണ് ഈ പ്രതികളെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ചില ദിവസങ്ങൾക്ക് മുൻപാണ് പോലീസിനെ നടു റോഡിൽ ചവിട്ടി കൊല്ലുവാൻ വരെ ഇടയായത്. നിയമപാലകർക്ക് പോലും പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയാത്ത കൊടിയ വിപത്തുകളാണല്ലോ ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് 21 വയസ്സുള്ള വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി 23കാരൻ കത്തി കൊണ്ട് കുത്തിക്കൊന്നു. അത് തടയുവാൻ തുനിഞ്ഞ അപ്പനും മാരകമായി കുത്തേൽക്കുകയുണ്ടായി. കൈയുടെ ഞരമ്പ് മുറിച്ച് ട്രെയിനിന് മുൻപിൽ പിന്നീട് ആ 23കാരൻ ചാടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുവാനൊക്കെ ഇടയായി. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നതാകുന്ന ചേതോവികാരം ലഹരിയാണ് എന്നതിന് സംശയമില്ല. 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ മാതാപിതാക്കൾ കൊന്ന് കിണറ്റിലിട്ടതായിട്ടും വാർത്ത കടന്നു വരുന്നു. റാഗിംഗ് തകർത്ത മനസ്സുമായി 29 വർഷം ജീവിച്ച സാവിത്രി എന്ന ആ സഹോദരിയും കഴിഞ്ഞ ദിവസം മരണപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ദിവസങ്ങളിലാണല്ലോ ഹോളി ആഘോഷങ്ങൾ നടന്നത്. നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ ചായം തേക്കുവാനായിട്ട് വിസമ്മതിച്ച പലരെ മൃഗീയമായി അടിച്ചു കൊല്ലുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏത് മതവും വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചിലരുടെ മാത്രം കയ്യൂക്കുകൾ നടക്കുന്നത് എന്നുള്ളതാകുന്ന കാര്യവും വിസ്മരിക്കുവാനായിട്ട് സാധ്യമല്ല. കൊച്ചിയിൽ 2023 മെയ്യില് ഏതാണ്ട് 2500 കിലോ മയക്കുമരുന്നാണ് പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഗുജറാത്തിൽ 2024 ഫെബ്രുവരി മാസത്തില് ഏതാണ്ട് 3300 കിലോ മയക്കുമരുന്ന് പിടിക്കുവാനിടയായിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻസ് തീരത്ത് 600 കിലോഗ്രാം മയക്കുമരുന്ന് പിടിക്കുവാൻ ആ കാലയളവിലിടയായിട്ടുണ്ട്. ഇതെല്ലാം നാം നോക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റുമായിട്ട് ഇവിടെ ടൺ കണക്കിനാണ് മയക്കുമരുന്നുകൾ വന്ന് ഇറങ്ങുന്നത്. അതിന് അനേക കുത്തക ആളുകൾ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു രാജ്യത്തെ നശിപ്പിക്കുന്നത് ഇന്ന് മിസൈൽ കൊണ്ടല്ല, ബോംബ് കൊണ്ടല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ മാരകായുധങ്ങൾ കൊണ്ടല്ല. ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ ആ രാജ്യത്തെ ചെറുപ്പക്കാരെ എങ്ങനെ നശിപ്പിക്കുവാനായിട്ട് കഴിയും, അവരുടെ ബുദ്ധി എങ്ങനെ ഇല്ലാതാക്കുവാനായിട്ട് കഴിയും എന്ന് പഠിച്ച് പലരും അങ്ങനെ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ വിദേശ ശക്തികളുണ്ട് എന്നുള്ളതാകുന്ന കാര്യം മറന്നുപോകരുത്. ഇതൊന്നും കാണാതെയും മനസ്സിലാക്കാതെയുമാണ് നമ്മുടെ ബാല്യക്കാരും യൗവനക്കാരും ഇതിൻ്റെ പിറകിൽ ഓടിയിട്ട് അവരുടെ തലച്ചോറും ബുദ്ധിയും
കരളും എല്ലാം നഷ്ടപ്പെട്ട് അവർ ഇഞ്ചിഞ്ചായി മരണപ്പെടുകയും അവര് കലിയിളകി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ പേപ്പട്ടി പോലും കാണിക്കാത്ത വിക്രിയകൾ കാണിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തുകൂടെ ഓടുന്നത് എന്നുള്ളതാകുന്ന കാര്യം നാം വിസ്മരിച്ചു പോകരുത്. ഇത് ഒരു അന്ത്യകാലമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ അന്ത്യകാലത്ത് സംഭവിക്കുന്നതാകുന്ന അനുഭവങ്ങളാണല്ലോ ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും. രാജ്യത്തിന്റെ അകത്ത് തന്നെ ഇങ്ങനെയുള്ളതാകുന്ന ശിഥിലീകരണ ശക്തികളെല്ലാം കൂടി ചേർന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ അതിന്റെ ശിഥിലീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായ യാഥാർത്ഥ്യങ്ങളും ഇത്തരണത്തിൽ മറക്കാതെ നമ്മുടെ രാജ്യത്തോട് നമുക്ക് സ്നേഹം വേണം, നമ്മുടെ കുടുംബത്തോട് നമുക്ക് സ്നേഹം വേണം, സമൂഹത്തോട് നമുക്ക് സ്നേഹമുണ്ടായിരിക്കണം. അതിലെല്ലാം ഉപരിയായി അവനവന്റെ സൃഷ്ടാവായ ദൈവത്തോട് അവന് സ്നേഹവും ഭക്തിയും ഉണ്ടായിരിക്കണം. ഇതൊന്നുമില്ലാത്തതിന്റെ പിന്നിൽ ഇന്ന് നമ്മുടെ രാജ്യം ഒരു ഭ്രാന്താലയം പോലെ ആയി തീർന്നു പോകുന്നതിൽ ദുഃഖമുണ്ട്. ഇതിന് എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകത്തുള്ളൂ. ദൈവത്തിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തിയേ മതിയാകത്തുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവചിന്തയിൽ ജീവിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു നം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു നം. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു നം.